നമസ്കാരം. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും അതുപോലെ എല്ലാ BJP നേതാക്കൾക്കും എൻ്റെ സല്യൂട്ടുകൾ. ഇന്ന് 22 ജൂലൈ 2025. ഇന്ന് നമ്മളെ ഇന്നലെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ഒരു ആദരാഞ്ജലികൾ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള നേതാക്കന്മാർ, അനുയായികളൊക്കെ വിലപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ അവർ കുറച്ചും കൂടി കാര്യക്ഷമതമായിട്ട് പ്രവർത്തിക്കണമെന്നാണ് എനിക്കത് പറയാനുള്ളത്. ഇന്ന് മറ്റൊരു വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ കരരോഗ വിദഗ്ധനാണ്. നിങ്ങൾക്ക് ഒരു കുടുക്ക് വന്നാൽ, ഒരു അപകടം വന്നാൽ ഈ ലോകത്ത് നിങ്ങളെ സഹായിക്കാൻ ഫയർഫോഴ്സ് കുറച്ച് സാധിക്കും, ബാക്കിയുള്ളവർക്ക് ഒരാൾക്കും സാധിക്കില്ല. അതിന് നിങ്ങൾ തന്നെയാണ് കാരണം. അതിന് നിങ്ങൾ ഒന്നും കൂടി മാറ്റി തിരിച്ച് കാര്യങ്ങളിലേക്ക് എത്തിപ്പെടണം. പല കാര്യങ്ങളും ഞാൻ മുഖ്യമന്ത്രിയായി വരാണ്ട് നിങ്ങളുടെ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല. അതിന് കാരണമുണ്ട്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കൂ, കോടിക്കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഒരാളുടെ ഒരു പരാതി നാളിത്രയായിട്ട് പരിഹരിച്ചിട്ടില്ല. റവന്യൂ ഓഫീസാവട്ടെ കഴിഞ്ഞ 200 കൊല്ലമായിട്ട് ഒരാളുടെയും ജനന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അതിനുള്ള വിവരമൊന്നും ഇവിടെ IAS പഠിച്ചവർക്കും RDOമാർക്കും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ഇല്ല. അതുപോലെ ഓരോ ഗൾഫ് മലയാളിയും വന്ന് ഇവിടെ ഇപ്പോൾ തുരിച്ച് മുണുങ്ങാൻ കണക്കാക്കിയിട്ട് 2ഉം 3ഉം വാടക കൊടുക്കാൻ കടമുണ്ടാക്കിയിരുന്നു. അവസാനം ഇവൻ്റെ പൈസയൊക്കെ പോയി ബാങ്ക് ലോണിലൊക്കെ കുടുങ്ങി അവസാനം ഇത് വിൽക്കാൻ പാടില്ല, ഇത് വാടകയ്ക്ക് എടുക്കാൻ ഒരാളില്ലാണ്ട് കിടക്കും. അതിനൊക്കെ കാരണം ഇവിടുത്തെ CPMൻ്റെ തെറ്റായ നയമാണ്, ലീഗിൻ്റെ തെറ്റായ നയമാണ്. ഞാൻ വെറും കുറ്റം പറയാമെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾ ചിന്തിക്കണം. ഇപ്പം ഇന്നലെ 2 മരണത്തിലെ 2ഉം ഇതുപോലെ ബുദ്ധിമുട്ടുള്ളതാണ്. ഒന്ന് ഒരു മുസ്ലിം ചെക്കനാണ്, ഒരു 25-30 വയസ്സിൻ്റെ അടിയിൽ പ്രായം, എൻ്റെ തോന്നൽ അങ്ങനെയാണ്. എന്തായാലും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ തൊട്ട അയൽവാസികൾ, അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളവർ കാണാൻ വലിയ ചുറ്റുപാടുണ്ടാവും. ഇത് ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടായിരിക്കും പെരേറ്റിയുണ്ടാവുക. പല വണ്ടികളും അതുപോലെ ആയിരിക്കും. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1-2 കാര്യത്തിന് എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളെ തൊട്ടടുത്തുള്ള ഒരാൾ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കൊരു മാർഗ്ഗനിർദ്ദേശം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടാക്കുക പറഞ്ഞാൽ ഫ്രീ കൊടുക്കണം എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ചെറിയ സഹായങ്ങൾ, അതായത് നിങ്ങൾക്ക് ചെയ്തതിൻ്റെ അത് ചില കാര്യങ്ങൾ. അതേമാതിരി നിങ്ങൾക്ക് ഭക്ഷണമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് ഇത്ര പട്ടിണി കിടക്കുന്നവർക്ക് കൊടുക്കണം. നിങ്ങളുടെ കിണറിലെ വെള്ളം ഇതുപോലെ കൊടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ നോക്കാതെ ഇരുന്നാൽ വലിയ ബുദ്ധിമുട്ട് വരും. ചില ആളുകൾക്ക് വീടിന് വാടക കൊടുക്കാൻ വഴിയില്ലാണ്ട്. അപ്പോൾ അതിനൊരു വഴി നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. അവർക്കൊരു തൊഴിലുണ്ടാക്കി കൊടുക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിന് ഞാൻ മുഖ്യമന്ത്രിയായി വരാണ്ട് നിങ്ങൾക്ക് ഒരു രക്ഷയുമില്ല. കാരണം ഇവിടെയുള്ള കേരളത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനും വിവരമില്ല. ഇനിയിപ്പോൾ ലോകരാഷ്ട്രത്തിലുള്ളാവട്ടെ അവർക്കും വിവരമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, നമ്മുടെ ഇസ്രായേലുകൾ ഒരുപാട് കാലമായിട്ട് മറ്റുള്ളവരോട് കരുതി കൂട്ടി ദ്രോഹം ചെയ്യുക എന്നാണ് എനിക്ക് മനസ്സിലായത്. കരുതി കൂട്ടിയിട്ട് പിഞ്ചോമന മക്കളെ ഒരുപാട് കൊന്നൊതുക്കി. അതൊക്കെ വളരെ മോശമാണ്. പിഞ്ചു മക്കളെ അവരെ മാത്രമല്ല, ആരെ കൊന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ മോശമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് അതിന് അവർക്കൊരു തിരിച്ചടി കൊടുക്കാൻ വരുന്നത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ അടപ്പ് ഊരിയിരിക്കുക. ഒരടി നേരം പോലെ കിട്ടിയപ്പോൾ അവർ പുറത്തിറങ്ങപ്പോൾ അവർക്ക് പേടിയാണ്. എന്തിനവർ പേടിക്കണം? ധൈര്യമായിട്ട് ഇറങ്ങണം. ഒരുപാട് ദ്രോഹം ചെയ്തതല്ലേ. ഇത്തരത്തിലുള്ള തെറ്റായ വിദ്യകളിൽ നിന്നൊക്കെ എല്ലാവരും മാറണം. അതായത് യാസർ അറഫാത്തിനെ കൊന്നത് തെറ്റാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. യാസർ അറഫാത്തിനെ മാത്രമല്ല, സിയാബുലൊക്കെ കൊന്നതും തെറ്റാണ്. അതുമാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് തെറ്റാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, ഇതിനൊന്നും യോജിക്കാൻ കഴിയില്ല. അതേമാതിരി LTT പ്രഭാകരൻ ആ നാട്ടിൽ ജോലി ചെയ്തിരുന്നത് മോശം പ്രവർത്തിക്കൂടെ, ഇതൊന്നും വിജയിക്കില്ല. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവും. അവസാനമില്ലാത്തൊരു കാര്യം, നമ്മൾ നോർമലായിട്ട് പ്രവർത്തിച്ച ഒരു സാധനത്തിന് അവസാനമില്ല. ഇപ്പം നിങ്ങൾ ഒരു കുടുക്ക് കുടുങ്ങിയവനെ ഒരു 2000-5000 രൂപയൊക്കെ കുടുങ്ങി
അല്ലെങ്കിൽ അവർ ഭക്ഷണത്തിന് കുടിക്കാൻ അവരൊന്ന് സഹായിച്ചു നോക്കും. നിങ്ങളെ ദൈവം സഹായിക്കുമെന്ന് പറയുന്നത് പ്രകൃതിക്ക് അങ്ങനെ സത്യമുണ്ട്. നിങ്ങൾ ഈ സഹായം ചെയ്ത ആൾ നിങ്ങൾക്ക് ദ്രോഹേ ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ക്യാൻസറിൻ്റെ മരുന്ന് ചെയ്തു വരിക. ചത്ത് വന്നവനൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് അവർ നനച്ച് പോയി തകരാറ് ചെയ്ത് ആദ്യം എനിക്ക് ദ്രോഹം ചെയ്തത്. അത് ഇതുവരത്തെ ചരിത്രം മുഴുവൻ അങ്ങനെയാണ്. അതിന് നിങ്ങൾ പറയും, പല ലെവലൊക്കെ പറയും, അതല്ലാതെ ഇവിടുത്തെ ചുറ്റുപാട്. ഇവിടുത്തെ ചുറ്റുപാട് എന്താണെന്ന് വിചാരിച്ചാൽ നുണ പറഞ്ഞ് നിങ്ങളെ എങ്ങനെയും ഇല്ലാണ്ടാക്കാൻ. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളൊരു കുടുക്ക് വന്നാൽ നിങ്ങളെന്ത് ചെയ്യും? അതാണ് ചിന്തിക്കേണ്ടത്. ഇവിടെയുള്ള ആളുകൾ മുഴുവൻ നുണയെ പറയാം. നമ്മുടെ ലീഗുകാർ ഫുള്ളായിട്ട്, എൻ്റെ കുടുംബക്കാർ ഫുള്ളായിട്ട് നുണയാണ് പറയുന്നത്. അവർക്ക് സത്യം ബോധ്യപ്പെട്ടാലും അവരത് മൂടി വെക്കും. എന്നിട്ട് മറ്റുള്ളവൻ്റെ ആസനം വെക്കാൻ നിൽക്കും. ഇതിൽ നിന്നൊക്കെ എല്ലാവരും മാറണം. എന്നിട്ട് നമ്മൾ കഴിയുന്ന സഹായങ്ങൾ ഫ്രീ വേണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവർക്കത് കിട്ടണം. നട്ടിലെ മുറിഞ്ഞ കിടന്ന ഒരാൾക്ക് ചികിത്സ എൻ്റെ അടുത്തേ ഉള്ളൂ. 10 ദിവസമാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ പാമ്പ് കടിയേറ്റിട്ട് ബുദ്ധിമുട്ടുന്ന ആൾ നിങ്ങൾ തരിക്കിച്ചിട്ട് കാര്യമില്ല. അയാളെ വെറുതെ കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയരുത്. അയാൾ മരിച്ചിട്ടില്ല, അയാൾ മരിക്കാൻ 45 കൊല്ലം കഴിയും, മനസ്സിലായില്ലേ? അപ്പോൾ അയാൾക്ക് മരുന്ന് വെക്കണം. അതായത് ഉറപ്പായിട്ട് നിങ്ങൾ കൊണ്ടുവരിക. എനിക്ക് ടൈമുണ്ട്. എനിക്ക് പുലർച്ചെ 4 മണി വരെ, വൈകിട്ട് 5 മണി വരെ, 8 മണി വരെ, പുലർച്ചെ 4 മണി വരെ, 8:30 മണി വരെ. ഇതേ എനിക്ക് അറ്റാക്കിനും അതുപോലെ എന്ന് വെച്ചാൽ വിഷവൈദ്യം അങ്ങനെ ചെയ്യാൻ പറ്റും. വിഷവൈദ്യത്തിൽ ഒന്നാണ് അറ്റാക്കിൻ്റെ മരുന്ന്, അത് മജ്ജപ്പഴുപ്പിൻ്റെ മരുന്ന്, മനസ്സിലായില്ലേ? ഇത് ഈ മജ്ജപ്പഴുപ്പിൻ്റെ മരുന്ന് എന്ന് പറഞ്ഞാൽ മൂത്രസഞ്ചി, ഹാർട്ട്, ലിവറ്, തലച്ചോറ് ഇത് ഒരുമിച്ച് താൽക്കാലികമായിട്ട് അതിൻ്റെ രക്തക്കുഴലുകളൊക്കെ നന്നാക്കലാണ് അതിൻ്റെ പണി. രക്തക്കുഴൽ നന്നാക്കി എന്താ ഉണ്ടാവുന്നല്ലേ? കാര്യമുണ്ട്, വലിയ കാര്യമുണ്ട്, മനസ്സിലായില്ലേ? മൂത്രസഞ്ചിയിലൊക്കെ മൂത്രം പോകുന്ന കുഴലൊക്കെ നന്നാക്കിയിട്ട് അതിൻ്റെ ഒരു ക്ലീൻ വന്നാണ്ട് നീല കളറുള്ള മൂത്രം പിന്നെ വരിക. അങ്ങനെ അങ്ങോട്ട് കീപ്പെട്ട് ഇതേറ്റ് പോരാ കേട്ടോ. ഈ ഒരു സാധനം കൊണ്ട് പോരാ, അതിൻ്റെ സിസ്റ്റത്തിലേക്ക് കിടക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഇങ്ങനെ ആയാൽ നിങ്ങൾ ഈ സമൂഹത്തിൽ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ നല്ല കണ്ടീഷനായിട്ട് നിന്നിട്ട് പറയാൻ സാധിക്കുമോ, ചെയ്യാൻ സാധിക്കുമോ? അത് കോടിക്കണക്കിന് എണ്ണത്തിന് അത് ഉപകാരം ചെയ്യും. വെറുതെ കിട്ടില്ല, നമ്മളുടെ ഒരു വിദ്യയും വെറുതെ കിട്ടില്ല. ഇപ്പം നമ്മളെ ആശ്രയിച്ച് ഒരുത്തം ഇയാളുടെ അടുത്ത് പണിക്ക് പോയി അന്നത്തെ കൂലി കിട്ടുന്ന കണക്കാക്കി വരുന്ന ഒരാൾക്ക് നിങ്ങൾ നിരാശ ഫലം ഉണ്ടാക്കി കൊടുക്കരുത്. അതല്ല അതിൻ്റെ ശരി. നമ്മൾ ഒരു ദിവസം പല കോടികളും മാന്തിക്കൂട്ടലല്ല, നമ്മൾ ജീവിക്കുക ഒരു സാധാരണ ജീവിതം. ജീവിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ഭക്ഷണമൊക്കെ കഴിക്കുക, അല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കരുത്. അതേപോലെ ഒരു ദിവസം കോടികൾ മാന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ജീവിക്കരുത്. അതൊന്നും ശരിയല്ല. നിങ്ങളതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കണം. അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം. തീപ്പൊള്ളിയതിൻ്റെ, പാമ്പ് കടിച്ചതിൻ്റെ, ആക്സിഡൻ്റ് ആയതിൻ്റെ മരുന്ന് എൻ്റെ കയ്യിലാണ്. ഓർമ്മ നഷ്ടപ്പെട്ടാൽ, അരക്ക് വാഴ തളർന്നാൽ, ഒരു സൈഡ് തളർന്നാൽ, ഇവരൊക്കെ 10 ദിവസത്തിന് ആണ് ഞാൻ എടുക്കുന്നത്. അത് നിങ്ങളുടെ പൈസയുടെ ബലം പോലെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്ര പൈസ ഉണ്ട്, ഒരു 25,000 രൂപയുടെ അടിയിൽ വന്നാൽ നിങ്ങളുടെ ഈ കാര്യങ്ങൾ താൽക്കാലികം നേടിയിട്ട് പോകാൻ സാധിക്കും, മനസ്സിലായില്ലേ? ഒരു പുടം കുറഞ്ഞ ആളുകൾ തൽക്കാലം എണിച്ച് പോകും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ 10 ദിവസം മരുന്നും 4 മാസം റെസ്റ്റും കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലിയിൽ നല്ല ആരോഗ്യത്തോട് പ്രവർത്തിക്കാം. അതിന് ശേഷം നിങ്ങൾ കാര്യത്തിലേക്ക് കിടക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഗ്യാരണ്ടി പറയാൻ എനിക്ക് സാധിക്കും, മനസ്സിലായില്ലേ? ഞാൻ വെറുതെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കരുതണ്ട. എൻ്റെ നാട്ടിലുള്ള മുസ്ലിങ്ങളെ ഒന്നിനും വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടുത്തെ CPM-കാർ. ഇപ്പം ഇന്നലെ CPM-കാർ 2000 രൂപ കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവർ തൂങ്ങി മരിച്ചു എന്നാണ് കേൾക്കുന്നത്, മനസ്സിലായില്ലേ? ഇപ്പം ഇന്നലെ രാത്രി തന്നെ മയ്യത്തെടുത്തുണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ചില സാഹചര്യങ്ങൾ നമുക്ക് അതിജീവിക്കേണ്ടി വരും. അതിൻ്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്, മനസ്സിലായില്ലേ? നിങ്ങൾ നിങ്ങളുടെ പരിസരത്തുള്ള 4 തൊട്ടടുത്തുള്ളവരോട് നിങ്ങൾക്ക് എതിരെ പെരുമാറുന്ന അവരോടും ചില കുശലാന്വേഷണങ്ങൾ നടത്താൻ. എന്താ ബുദ്ധിമുട്ട്, എന്താ ലെവല്, അതിൻ്റെ വാടക കൊടുത്തിട്ടുണ്ടോ, ഇവരുടെ ഇത് കൊടുത്തിട്ടുണ്ടോ, നിങ്ങളെ പെണ്ണുങ്ങളെന്താ എന്നൊക്കെ കുറച്ചൊന്ന് ചെറിയൊരു കുശലാന്വേഷിക്കുക. ഒരു കയറി ഇടപെടാൻ വേണ്ടിയിട്ടല്ല, എന്നാൽ ചിലതിനൊക്കെ ഇടപെടേണ്ടി വരും. നിങ്ങളുടെ പരിസരത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ ഭർത്താവില്ലാതിരിക്കണമെങ്കിൽ അവരെ കളിക്ക് വിടരുത്. അവരെ പിടിച്ചിട്ട് ഒരാൾക്ക് പിടിച്ചു കൊടുക്കണം. അത് നല്ല ക്ലിയർ ആവണം. അവരുടെ ഇടയിൽ ഇടപെടണം. നല്ല പൊളിപ്പം തെറി നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ലോകം മൊത്തം അവർ നശിപ്പിക്കുമെന്ന് മുന്നറിയിപ്പാണ് എന്ന് ഞാൻ തരും. കാരണം നമ്മുടെ പെൺകുട്ടികൾ അവർക്ക് വിവരമില്ല. ഇവിടെ എല്ലാ കണ്ടുപിടിച്ചതും രംഗത്ത് വരുന്നത് ഇവിടുത്തെ പുരുഷന്മാരാണ്. എന്നിട്ട് ഈ തൊഴിലൊക്കെ അവർക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് അവർ ആക്കിയെടുക്കുക. എന്നിട്ടോ
ഇവരുടെ ഈ വീടിൻ്റെ സാധനം അവർ ഒഴിവാക്കി കളയാം. അവർക്ക് പിന്നെ ജോലി കിട്ടുന്നവരെ ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കണം. ജോലി കിട്ടി കുറച്ച് കഴിഞ്ഞാൽ അവർ പറയാം ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ചിലവ് അടക്കേണ്ടതാണ്. കാരണം ഇവരുടെ വ്യഭിചാരങ്ങൾ ഫുള്ളായിട്ട് ഇവർ പുറത്ത് പോയി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് കംപ്ലീറ്റ് ദോഷം ചെയ്യുകയും ചെയ്യും. ഇതിൽ 4 തരത്തിലാണ് ദോഷം. ഒന്ന്, നമ്മുടെ ജനപ്പെരുപ്പം കൂട്ടാനോ കുറക്കാനോ പാടില്ല. കൂട്ടാൻ പാടില്ല, കുറക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇത് 2ലും അബദ്ധമാണ്. അതേ സ്ഥാനത്ത് നമ്മളെ ആരും അല്ലാതെ നമുക്കൊരു ഇണയും തുണയും ഉണ്ടെങ്കിൽ കുട്ടികളുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ജീവിക്കാനുള്ളൊരു പ്രതീക്ഷ. അതാണ് ഇവർ നഷ്ടപ്പെടുന്നത്. അത് നഷ്ടപ്പെടുത്തിയ ഇവർക്ക് മാത്രമല്ല സമൂഹത്തിന് മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നാട്ടിൽ ഒരാൾ വടക്കായാൽ, ഒരാൾ നാട്ടിൽ മോശമായാൽ ആ നാട്ടിലുള്ള മൊത്തം ജനങ്ങൾ മോശമാവും. ഇപ്പം ഞാൻ കണ്ടില്ലേ, എൻ്റെ കാര്യങ്ങളൊന്നും ഇവിടുത്തെ ലീഗുകാർ അവരുടെ പാർട്ടിയിലുള്ളപ്പോൾ ചെയ്തില്ല, CPM അവരുടെ കൂടെ ഉള്ളപ്പോൾ ചെയ്തില്ല. അപ്പം ഞാൻ മാറി കിട്ടുന്നവരെ പോയി BJP പോയി അവർ കാര്യം ചെയ്തു, BJPയുടെ കൂടെ ഉറച്ചു നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം, നിങ്ങൾ ഓരോരുത്തരുണ്ടാക്കണം. അത് ഇവിടുത്തെ CPM വിശ്വസിച്ച് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. അവർ നിങ്ങളുടെ ഒരു കാര്യം ചെയ്യില്ല, ലീഗുകാരും നിങ്ങളുടെ ഒരു കാര്യം ചെയ്യില്ല, മുസ്ലിം പണ്ഡിതന്മാർ ചെയ്യില്ല, ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ ചെയ്യില്ല, വലിയ പൈസക്കാർ നിങ്ങൾ ചെയ്യില്ല. പിന്നെ ആരാ ചെയ്യുക? സംവിധാനമാണ്. അതേ സ്ഥാനത്ത് കൗൺസിലിങ്, അതായത് നിങ്ങളൊരു ബുദ്ധിമുട്ട് ഏർപ്പെട്ടിട്ട് നിങ്ങളുടെ കാര്യം നടന്നില്ലെങ്കിൽ ഞാനുമായിട്ട് നേരിട്ട് വരും, നമുക്കൊന്ന് മുസാഫറ ചെയ്യാം. നിങ്ങളുടെ തൽക്കാലം എല്ലാവരെയും നമുക്ക് കഴിയണമെന്നില്ല, കുറച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പോയി പുറത്ത് പോയി അതൊരു 10 പേരുടെ ഇടയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കും എനിക്കും അതിൻ്റെ ഗുണം കിട്ടും. ഗുണം എന്ന് പറഞ്ഞാൽ 100 കോടി രൂപ മാന്തി ഉണ്ടാക്കുക എന്നതല്ല, ജീവിക്കുക നല്ല കണ്ടീഷനായിട്ട്. നമ്മളൊരാൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഈ നാട്ടിലൊരു പ്രസന്ധിയില്ല. നമ്മളൊരാൾ ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലൊരു സംവിധാനം ആവില്ല. ഇപ്പം നിങ്ങൾ ഇന്നലെ ആ ചങ്ങായി തൂങ്ങി തീർന്നുകൊണ്ട് ഇവിടുത്തെ പോലീസ് സംവിധാനം മെച്ചപ്പെട്ടോ? ഇല്ല, മെച്ചപ്പെട്ടില്ല. പിണറായി വിജയൻ മാറ്റി വെക്കോ? ഇല്ല. അയാൾ ഇരട്ടച്ചക്കനാ. പ്രധാനമന്ത്രിയെ പോയി മിരട്ടി, അതാണ് സംവിധാനം. പ്രധാനമന്ത്രിയെ പോയി മിരട്ടി, അത് കേൾക്കാനേ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? കുറ്റം ചെയ്തതൊന്നുമല്ല, നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ക്രൈം റെക്കോർഡ് വെച്ച് കുറച്ച് മുഴുവൻ വേണമെന്നില്ല, ഒരു മിരട്ടൽ അത് നേരെ പോലെ അതായത് സർവീസ് ഒന്ന് തൽക്കാലം മാറി നിന്നിട്ട് തന്നെ ആവണം. അങ്ങനെ സംവിധാനത്തിൽ എല്ലാം വന്നു നോക്കി എല്ലാവരും മര്യാദ ലെവലിലേക്ക് പിന്നെ പോകും. കാരണം അവർക്കറിയാം പിന്നെ കുടുങ്ങിയാൽ പിന്നെ അതിന് പുറത്തേക്ക് ഉണ്ടാവില്ല എന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ അറേബ്യൻ പോലീസിൻ്റെ കാര്യം കണക്ക് നിങ്ങൾ കുറ്റം ചെയ്യാതെ ഇരുന്നാലും ചെയ്താലും അവർ പിടിച്ചാൽ പിന്നെ അവന് രക്ഷയില്ല. അവരിഞ്ഞ് പിന്നെ ജാമ്യത്തിന് വിട്ടുമെന്ന് വിചാരിക്കുക, എന്നാലും രക്ഷയില്ല. അങ്ങനെ സംവിധാനമാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അതായത് പ്രതീക്ഷ വേണം ജനങ്ങൾ, അതിന് നിങ്ങൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം. എന്നിട്ട് എല്ലാവരും ചെയ്യണം, കുടുങ്ങിയ ആളുകളെ സഹായിക്കണം. നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലുള്ള പെൺകുട്ടിക്ക് ഭർത്താവില്ലെങ്കിൽ അതിന് ഭർത്താവിനുണ്ടായി കൊടുക്കണം. അപ്പോൾ അതാണ് കുടുംബജീവിതം. എന്നിട്ട് അവർക്ക് ജോലി വേണം തോന്നിയാൽ അവർ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അങ്ങനെ ജോലിക്ക് നിങ്ങൾ റെഫർ ചെയ്യാം. മനസ്സിലായി? അതിന് നിശ്ചിത പരിധിയൊക്കെ ഉണ്ട്. ഇവിടെ കുടുംബ കുട്ടികളൊക്കെ കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂറേ അതിന് തന്നെ അവൾ നല്ലോണം പണിയെടുക്കണം. അങ്ങനെയുള്ളവരെ മാത്രമേ റെഫർ ചെയ്യാവൂ. അസ്സലാമു അലൈക്കും.